ആമാശയം എന്നാൽ നമ്മുടെ വയറിനുള്ള ഒരു ചെറിയ അറയാണ്. ആ അറ നിറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമായ രക്തം ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടും. അങ്ങനെ വന്നാൽ ഹൃദയത്തിന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ആവശ്യമായ ഫങ്ഷൻസ് ചെയ്യാൻ കഴിയാതെ വരും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാനും അതുപോലെ ബ്രെയിനിലേക്ക് രക്തം എത്തിക്കാനും ഹൃദയത്തിന് കഴിയാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സിന് മടുപ്പ് വരുന്നതും ശരീരത്തിന് ക്ഷീണം വരികയും ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ വരാനും അതിന് കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലുഖൈമാത്തുൻ യുഖിംന സുൽബ. ഒരു മനുഷ്യന് അവൻ്റെ നട്ടെല്ല് നിവർന്നു നിൽക്കാൻ ആവശ്യമായ 2-3 ഉരുള മാത്രമാണ് ഒരു നേരത്തെ ഭക്ഷണമായി വേണ്ടത്. ഇനി അങ്ങനെ ഒരാൾക്ക് സാധിക്കില്ലെങ്കിൽ അയാൾ തൻ്റെ ആമാശയത്തെ 3 ഭാഗങ്ങളാക്കുക. അതിൽ ഒരു ഭാഗം ഭക്ഷണത്തിന്, 2ാമത്തെ ഭാഗം വെള്ളത്തിന്, 3ാമത്തെ ഭാഗം വായുവിന്. ഇങ്ങനെയാണ് ഒരാൾ ഭക്ഷണം കഴിക്കേണ്ടത്. മരുന്ന് പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥയുണ്ടാകും.